നമസ്കാരം. ജി സുധാകരന്റെ ജാതകത്തിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാനുള്ള ഒരു യോഗം ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അതിനുള്ള സാഹചര്യങ്ങളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. രണ്ടായാലും ഇക്കുറി BJP ഏതാനും സീറ്റുകൾ പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് ചിലപ്പം 3 ആകാം, 4 ആകാം, 5 ആകാം. രണ്ടായാലും ഒരു 8, 9 കൂടുതൽ പിടിക്കുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു 3 4 ഒക്കെ നിന്നിരിക്കും. കാരണം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അതിന് ലഭ്യമായിട്ടുള്ള സൂചനകളെല്ലാം നമ്മുടെ മുമ്പിലുമുണ്ട്. അതിനേക്കാൾ ഉപരി കേരളത്തിൽ ആദ്യമായിട്ട് RSS വളരെ ജാഗ്രതയോടുകൂടി ഇത്തവണ BJPയുടെ ജയത്തിന് വേണ്ടി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു തൂക്ക് നിയമസഭ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിനും ഉറപ്പില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഈ 3 മുന്നണികൾക്കും ഇതൊക്കെ സാധ്യതകളാണ്. ഒരുപക്ഷെ ഈ BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി BJP ആദ്യമേ കയറി ഞങ്ങളിതാ പിന്തുണ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് മാത്രമായിട്ട് പിന്തുണ സുധാകരന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് കോൺഗ്രസും BJPയും കൂടെ ചേർന്നിട്ട് സുധാകരനെ പിന്തുണയ്ക്കുന്നുള്ള ഒരു ധാരണ വരും. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഉരുത്തിരിയുന്ന സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് അന്നത്തെ സ്ഥിതിഗതികൾ മാറുക എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ BJPയെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ വേണ്ടി കോൺഗ്രസും CPM അല്ലെങ്കിൽ LDFും UDFും തമ്മിൽ ഒന്നിച്ചാൽ പോലും അത്ഭുതമില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ജി സുധാകരനെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുന്നോട്ട് വയ്ക്കുകയും മതേതരത്വത്തിൻ്റെയും അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ LDF ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ പുരോഗമന രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ അഖിലേന്ത്യാ തലത്തിലുള്ള സഖ്യത്തിൻ്റെയും ഒക്കെ പേരിൽ രാഷ്ട്രീയമായി തങ്ങൾ പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്നു എന്നൊക്കെയുള്ള ഒരു സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം രണ്ടായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു മുഖ്യ വിഷയം, കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ജി സുധാകരൻ തന്നെയാണ്. കാരണം ജി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത് അഴിമതിക്കെതിരെയുള്ള അഴിമതിരഹിതമായ ഒരു മുഖം രാഷ്ട്രീയത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് തൻ്റെ അമ്പലപ്പുഴയിലെ മത്സരം എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം CPMും അതേപോലെ LDFും ഒക്കെ അഴിമതിയുടെ മുഖമായി മാറിയിരിക്കുന്നു. അഴിമതിയുടെ കേരളത്തിലെ ഈ നിലവിലുള്ള അവസ്ഥയിൽ അഴിമതിയുടെ മുഖമായിട്ട് സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നതും ഉയർത്തിക്കാട്ടുന്നതും പിണറായി വിജയനെയാണ്. കാരണം പാർട്ടി ഇല്ലാതെയായിരിക്കുന്നു, പാർട്ടി നശിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയനെയാണ്. അതിന് ഉപോത്ബലകമായിട്ടാണ് അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ ക്രിമിനലുകളെയും അതേപോലെ തീവ്രവാദത്തെയും തീവ്രവാദികളായ ആൾക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് അമ്പലപ്പുഴയിലെ SDPI നേടിയ നേട്ടത്തിൻ്റെയും അതോടൊപ്പം തന്നെ സജി ചെറിയാൻ്റെ കുന്തംകോടച്ചക്രം പരാമർശത്തിലൂടെയും അതേപോലെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് കോഴിക്കോട്ടെ കരിമിക്ക ചുവരെഴുത്ത് പ്രയോഗത്തെ എല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വളരെ വ്യക്തമായിട്ടാണ് ആ ഒരു ചിത്രം സുധാകരൻ മുമ്പോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ള കേസ്, ശബരിമല സ്വർണ്ണക്കൊള്ള, അത് സംഭവിക്കാൻ കാരണം കേരളത്തിലെ രാഷ്ട്രീയ കവചം ഇല്ലാതായതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതായത് രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ഒരു കാരണവശാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് സുധാകരൻ വളരെ നേരത്തെ പറയുകയുണ്ടായി. അപ്പം ഇതെല്ലാം തെരഞ്ഞെടുപ്പിലെ വളരെ സജീവ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിൽ 2 മുഖങ്ങളായിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖം മാറാൻ പോവുകയാണ്. ഒന്ന്, അഴിമതിരഹിതമായ പ്രതിച്ഛായയുടെ സുധാകരൻ്റെ തിളങ്ങുന്ന മുഖം. അത് കാരണം അതാർക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്തിപരമായ ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതിയോ ഒന്നും തന്നെ ഉന്നയിക്കാൻ പറ്റില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ പോലും സ്വന്തം ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെയും ഒക്കെ പൈസ സംഘടിപ്പിച്ചിട്ടാണ് ഒരു AC ഒക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ വെച്ചത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുമാത്രമല്ല, അല്ലാതെ തന്നെ സുധാകരൻ്റെ ആ അഴിമതി മുക്തമായ മുഖം, അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യവും അത് തന്നെയാണ്, ലളിതമായ ജീവിതവുമാണ്. അപ്പം ഇത് ഒരു വശത്ത് നിൽക്കുന്നു. എതിർവശത്ത് യഥാർത്ഥത്തിൽ
UDFന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുകൂല ഘടകം കൂടിയാണ് സുധാകരൻ. കാരണം UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധവും അതേപോലെ തന്നെ UDFൽ തന്നെ അഴിമതിയിൽ ഏർപ്പെട്ടിട്ടുള്ള നേതാക്കളുടെ വസ്തുതകളും ഒക്കെ ഇതിനകത്തേക്ക് മുങ്ങിപ്പോയിട്ട് പിണറായി വിജയനും CPM-ഉം അല്ലെങ്കിൽ പിണറായി വിജയൻ അഴിമതിയുടെ ഒരു മൂർത്തിമത് ഭാവമായിട്ട് ഉയർത്തിക്കാട്ടാൻ പോവുകയാണ്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും വലിയ സ്വാധീനം വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാകും. മാത്രമല്ല, വോട്ടർമാർ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്, ഗുണപരമായ ഒരു മാറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിലാണ് സുധാകരൻ്റെ ഈ രംഗപ്രവേശം. ഇതാണ് ഒരു പക്ഷേങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത വിധത്തിലുണ്ടാവുന്ന മാറ്റങ്ങളിലൂടെ സുധാകരന് വേണമെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അവസരമൊരുക്കുന്നത്.